തൃശൂർ നഗരഹൃദയത്തിലുള്ള തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുംനാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. നാല് ദിക്കുകളിലായി 4 മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട്. വടക്കുംനാഥന്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത്. അതിനാൽ തൃശൂർ നഗരത്തിൽ വരുന്ന ഏതൊരാൾക്കും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെയല്ലാതെ കടന്നു പോകുവാൻ കഴിയില്ല. വടക്കുംനാഥ ക്ഷേത്രം ആദ്യകാലത്ത് സാമൂതിരിയുടെ നിയന്ത്രണത്തിലായിരുന്നു. സാമൂതിരി നടത്തിയ ഒരു തുലാഭാരത്തിന്റെ കരിങ്കൽ തൂണ് ഒരു ചരിത്ര സ്മാരകമായി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കാണാൻ സാധിക്കും. തേക്കിൻകാട് മൈതാനം എന്നറിയപ്പെടുന്ന അതിവിശാലമായ ഒരു മൈതാനം ക്ഷേത്രത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. നഗരത്തിലെ പല പ്രധാന പരിപാടികളും ഇവിടെയാണ് നടക്കാറുള്ളത്. ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ പടിഞ്ഞാറും കിഴക്കുമുള്ള ഗോപുരങ്ങളിലൂടെ മാത്രമേ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. തെക്കേ ഗോപുരം തൃശൂർ പൂരത്തിനും ശിവരാത്രിക്കും മാത്രമേ തുറക്കൂ. താരതമ്യേന ചെറുതും അനാകർഷകവുമായ വടക്കേ ഗോപുരം ശാന്തിക്കാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള വഴിയാണ്. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിനടുത്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളെ പാർപ്പിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക സങ്കേതം. ഇവിടെ തന്നെയായി വ്യത്യസ്ത വലുപ്പത്തിലുള്ള 2 ക്ഷേത്രക്കുളങ്ങളും കാണാം.
ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗം തൃശൂർ കോർപ്പറേഷന്റെ വക നെഹ്റു പാർക്കിനായി വിട്ടുകൊടുത്തിരിക്കുന്നു. കുട്ടികളുടെ പ്രധാന കളിസ്ഥലമാണ് ഈ പാർക്ക്. നിത്യേന 3 പൂജകൾ നടക്കുന്ന മഹാക്ഷേത്രമാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം. നാല് മണിക്ക് നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. 11 മണിക്കാണ് നട അടയ്ക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് വീണ്ടും നട തുറക്കുന്നത്. രാത്രി 8:30 നട അടയ്ക്കും. അതിപ്രസിദ്ധമായ തൃശൂർ പൂരം വടക്കുനാഥന്റെ സാന്നിധ്യത്തിലാണ് നടക്കുക. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ നിറഞ്ഞ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്.